ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹമുള്ള ഒരു വിശുദ്ധ ദിവസം കാണുവാനും ആരാധനയിൽ വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് പങ്കുചേരുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയ ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. വരുന്ന നാളുകളിലും കൃപയോടെ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ. ആരാധനയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഓരോ ശുശ്രൂഷയിലും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തുതിക്കുന്നു. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. She
ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവിടുത്തെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും അവിടുത്തെ മുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ അവിടുത്തെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവിടത്തേക്ക് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് അങ്ങയിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചേരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന്
ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവ് നൽകുന്ന പാപമോചന അറിയിപ്പ് സ്വീകരിക്കുവിൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് അങ്ങയുടെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ഈ സമയത്ത് നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം, പഴയ നിയമം, ലേഖനം, സുവിശേഷം, ഈ ക്രമത്തിൽ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 92-ാം സങ്കീർത്തനം, സാം 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവരെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവയെ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതിയോട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് രാവിലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം പഴയ നിയമ വേദഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 8 വരെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേർ അബ്രഹാം എന്ന് ഇരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ചു അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഇങ്ങനെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം ഫിലിമോൻ്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 22 വരെ. ഫിലിമോൻ ചാപ്റ്റർ 1 8-22. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യം ഉണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിൻ്റെ ഗുണനിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിൻ്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേറിട്ട് പോയത് അവന് സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. ആകയാൽ നീ എന്നെ കൂട്ടാളിയെന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യിൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നിൻ്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ഇവിടെ പുതിയ നിയമം അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ദൈവവചനം ശ്രവിപ്പിൻ. സെയിന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 13-20. ഇടുങ്ങിയ വാതിലിലൂടെ അകത്തു കടക്കുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമെല്ലാം നല്ല ഫലം കായ്ക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, വചനം ഞങ്ങൾ ധ്യാനിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. വചനത്താൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ നേരിടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്തമായ കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ. അധികം ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത വഴി. റോഡുകളുടെ സംഗമസ്ഥാനത്ത് കവി നിൽക്കുകയാണ്. രണ്ടായി പിരിഞ്ഞിരിക്കുന്ന വഴി അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ഒരു വഴി പുല്ലുകൾ നിറഞ്ഞ വഴിയാണ്. രണ്ടാമത്തെ വഴി വൃത്തിയും വെടിപ്പുമുള്ള വഴിയാണ്. പുല്ലുകൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ അധികമാരും സഞ്ചരിച്ചിട്ടില്ല. എന്നാൽ വൃത്തിയും വെടിപ്പുമുള്ള വഴിയിലൂടെ എല്ലാവരും സഞ്ചരിക്കുന്നു. എന്നാൽ കവി തീരുമാനമെടുക്കുകയാണ് പുല്ലുകൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുവാനായി. അദ്ദേഹം മനസ്സിലാക്കുകയാണ് തൻ്റെ ജീവിതത്തെ ഏറ്റവും വ്യത്യസ്തമാക്കിയത് പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതിബന്ധങ്ങൾ നിറഞ്ഞ, പുല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചതിനാൽ ആണ്. ഇന്ന് അധികം ആളുകളും സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക വൃത്തിയും വെടിപ്പുമുള്ള വഴിയിലൂടെയാണ്. കാരണം അവിടെ പ്രശ്നങ്ങളില്ല, പ്രതികൂല സാഹചര്യങ്ങളില്ല. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ വഴി തിരഞ്ഞെടുക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകളാണ് സഹനങ്ങളെ ചവിട്ടുപടികളാക്കി ഉപയോഗിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് ചരിത്രം സൃഷ്ടിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തെ എപ്പോഴും സജീവമാക്കുക. ഇന്നത്തെ സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്.
ഇടുങ്ങിയ വാതിലൂടെ അകത്തു കടക്കുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. രണ്ട് രീതിയിലുള്ള വഴികളെക്കുറിച്ചാണ് ക്രിസ്തുനാഥൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുക. ഒന്നാമത്തെ വഴി അത് ബ്രോഡ്വേ ആണ്. അനേകർ സഞ്ചരിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വിശാലമായ വഴിയാണ്. രണ്ടാമത്തെ വഴി നാരോവേ ആണ്. ചുരുക്കം ചില ആളുകൾ മാത്രം സഞ്ചരിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വഴി. ഒന്നാമത്തെ വഴി വിശാലമാണെങ്കിലും അതിലൂടെ സഞ്ചരിക്കുന്നവര് നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു. രണ്ടാമത്തെ വഴി വളരെ ദുർഘടമെങ്കിലും അതിലൂടെ സഞ്ചരിക്കുന്നവര് ജീവന്റെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നു. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 6 തിരുവചനം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുക: ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സത്യ ദൈവത്തിൽ എത്തിച്ചേരുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും നമുക്ക് കഴിയുക. സത്യദൈവത്തിൽ എത്തിച്ചേരുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏക വഴിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സോക്രട്ടീസിന്റെ ശിഷ്യനായ സേബ്സ് പറയുന്നത്, ഞെരുക്കമുള്ള വഴിയിലൂടെയാണ് ഒരു ശിഷ്യൻ സഞ്ചരിക്കേണ്ടത്. കാരണം ആ വഴിയാണ് യഥാർത്ഥമായ ശിഷ്യത്വത്തിലേക്ക്, സത്യസന്ധമായ ശിഷ്യത്വത്തിലേക്ക് ഒരു ശിഷ്യനെ നയിക്കുന്നത്. നവോത്ഥാന ചിന്തകനായ ഇറാസ്മസ് പറയുന്നത്, ഞെരുക്കമുള്ള വഴിയിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കേണ്ടത്. കാരണം ആ വഴി ജീവനിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, പ്രഹരങ്ങളുണ്ട്, ഉപവാസമുണ്ട്, നിന്ദകളുണ്ട്, പീഡനങ്ങളുണ്ട്. പക്ഷേ അവിടെ സമ്പത്തിനോ സമൃദ്ധിക്കോ യാതൊരു സ്ഥാനവുമില്ല. എന്തെന്നാൽ ഞെരുക്കമുള്ള വഴി ജീവനിലേക്ക് ഓരോ മനുഷ്യരെയും കൈപിടിച്ചുയർത്തുന്നു. ക്രിസ്തുനാഥൻ പറയുകയാണ്, ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ജീവനിലേക്ക് കടക്കുന്നവർ, അവർ വളരെ ചുരുക്കമത്രേ. എന്തുകൊണ്ടാണ് ഈ ഞെരുക്കമായ വഴി ജീവനിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം? അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒന്നാമതായിട്ട്, ഞെരുക്കമുള്ള വഴി ഇറ്റ് ഈസ് ഓപ്പൺ. ഞെരുക്കമുള്ള വഴി അത് തുറക്കപ്പെട്ടതാണ്. ആരാണ് ഇവിടെ വഴി? ക്രിസ്തുവാണ് വഴി. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ഞെരുക്കമുള്ള വഴിയെന്ന് പറയാനായിട്ട് കാരണം? അതായത് എല്ലാം നേടിയെടുക്കുന്നവർക്കല്ല, നഷ്ടപ്പെടുത്തുന്നവർക്കാണ്, സ്വയം പരിത്യാഗം ചെയ്യുന്നവർക്കാണ്, സ്വയം ചെറുതായി തീരുന്നവർക്കാണ് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുക. ഇറ്റ് ഈസ് ഓപ്പൺ. ഇത് തുറക്കപ്പെട്ടതാണ്. എല്ലാവർക്കും ആ വഴിയിലേക്ക് പ്രവേശനമുണ്ട്. വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവാകുന്ന വാതിൽ, ക്രിസ്തുവാകുന്ന വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതിൽ പ്രവേശിക്കണമെങ്കിൽ വചനം എടുത്തു പറയുന്നുണ്ട്, വചനത്തെ നിഷേധിക്കാതെ ആ വചനത്തെ കാത്തു സൂക്ഷിക്കുക, ആ വചനത്തെ അനുസരിക്കുക. അതുകൊണ്ട് ഫിലദൽഫിയയിലെ സഭയോട് പറയുന്നുണ്ട്, നീ സഹനത്തിന്റെ വചനത്തെ, സഹിഷ്ണുതയുടെ വചനത്തെ കാത്തുകൊണ്ട സഭയാണ്, അതുകൊണ്ട് നിന്റെ പ്രതിഫലം വലുതാണ്. ഈ സഹിഷ്ണുതയുടെ വചനം അനുസരിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ, തുറക്കപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുക. പൗലോ കൊയ്ലോയുടെ മനോഹരമായ ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ പരിശ്രമങ്ങൾ ഒരിക്കലും നമ്മൾ നിഷ്ഫലമാക്കരുത്.
ആ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ റിങ്ങിലെ അവസാനത്തെ താക്കോലായിരിക്കാം വാതിലുകൾ തുറക്കുന്നത്. പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ റിങ്ങിലെ അവസാനത്തെ താക്കോലായിരിക്കാം വാതിലുകൾ തുറക്കുവാൻ സഹായിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ സാക്ഷാത്കാരം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ കാണുക, ഈ വഴി വളരെ ഞെരുക്കമുള്ളതാണെങ്കിലും ബട്ട് ഇറ്റ് ഗ്രോസ് വൈഡർ. ഈ വഴി ചെറിയ വഴിയാണെങ്കിലും ഇടുക്കമുള്ള വഴിയാണെങ്കിലും ആ വഴിക്ക് വളർച്ചയുണ്ട്. ആ വഴി വളരെ ബൃഹത്താണ്. ക്രിസ്തുവാകുന്ന വഴി ചെറുതാണെങ്കിലും വിശ്വാസ സമൂഹത്തിന്റെ ബാഹുല്യം ആ വഴിയെ വിസ്തൃതമാക്കുകയാണ്. ഈ വഴിയുടെ പ്രത്യേകത വളർച്ചയുള്ള വഴിയാണ്. മാത്രമല്ല ഈ വഴി സകല മനുഷ്യവർഗത്തെയും ഉൾക്കൊള്ളുവാൻ പര്യാപ്തമാണ്. വിശ്വാസ സമൂഹത്തിന്റെ ബാഹുല്യം ഈ വഴിയെ ഓരോ നിമിഷവും വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്ത് പറയുന്നുണ്ട് ഇപ്പോൾ പിടിച്ചതിനെ കൊണ്ടുവരുവാനായിട്ട്. അങ്ങനെ ശിമോൻ പത്രോസ് മീൻ നിറഞ്ഞ വലിയൊരു വലയുമായിട്ടാണ് ക്രിസ്തുവിന്റെ മുൻപിൽ വരുന്നത്. 153 വലിയ മീൻ നിറഞ്ഞ വലയുമായിട്ടാണ് ശിമോൻ പത്രോസ് യേശുവിന്റെ അടുത്തെത്തുന്നത്. വചനത്തിൽ എടുത്തു പറയുന്നുണ്ട് ഈ മീൻ വളരെ വലുതായിരുന്നെങ്കിലും ആ വല ഒരിക്കലും കീറിപ്പോയില്ല. വ്യത്യസ്തമായ ആ മീനുകളെയൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വലയായിരുന്നു. അത് തന്നെയാണ് ദൈവം ഒരുക്കുന്ന വഴിയുടെ പ്രത്യേകത. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ വളർച്ചയുള്ള വഴിയാണ് ദൈവത്തിന്റെ വഴി, ക്രിസ്തുവാകുന്ന വഴി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ ഉന്നതമായിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ ഉന്നതമായിരിക്കുന്നു. ആ ഉന്നതമായ വഴികളിൽ നടക്കുവാൻ മിഖാ പ്രവാചകൻ പറയുകയാണ്, ആ വഴികളിൽ നടക്കുവാൻ താഴ്മയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതല്ല. താഴ്മ മാത്രമാണ് ആ വഴിയിലൂടെ നടക്കുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അത് മാത്രമാണ് ദൈവം തമ്പുരാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവാകുന്ന വഴി അത് വളർച്ചയുള്ള വഴിയാണ്. നമ്മുടെ രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കുവാനും അനുഭവിക്കുവാനും രക്ഷയുടെ ആ അനുഭവത്തില് പങ്കാളികളായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ആ വഴി അനുദിനം വിസ്തൃതമായി കൊണ്ടിരിക്കുകയാണ്. ആ വഴിയില് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയില് പങ്കാളികളായി ആ വഴിയുടെ വളർച്ച നമ്മൾ അനുഭവിക്കുവാനും അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും നമുക്ക് ഈ നാളുകളിൽ കഴിയണം. മൂന്നാമതായിട്ട് ഈ വഴിയുടെ പ്രത്യേകത അത് വളരെ ചെറുതെങ്കിലും ഇറ്റ് ഈസ് ആൻ എവർലാസ്റ്റിംഗ് വേ. അത് നിത്യതയുടെ ഒരു വഴിയാണ്. ക്രിസ്തു എന്ന വഴി വളരെ ചെറുതാണെങ്കിലും ആ വഴി നിത്യതയുടെ വഴിയാണ്, നിത്യജീവന്റെ വഴിയാണ്. സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനം 24 ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് പരിശോധിച്ച് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശാശ്വത മാർഗം എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് വേയാ, നിത്യമായ വഴിയാണ്. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് പരിശോധിച്ച് ശാശ്വത മാർഗത്തിൽ, നിത്യമായ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നിത്യമായ വഴിയിൽ നടക്കുന്നവർക്കാണ് ദൈവം ഒരുക്കുന്ന നിത്യ രക്ഷയും അനുഗ്രഹവും പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുക. ഹിമാലയൻ വഴികൾ വളരെ ദുർഘടമായിട്ടാണ് ലോകത്തിൽ അറിയപ്പെടുന്നത്. ഏറ്റവും അപകടകരമായ വഴികളാണ് ഹിമാലയത്തിലുള്ള വഴികളൊക്കെ. പക്ഷെ ആ അപകടങ്ങളായ ദുർഘടങ്ങളായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ഹിമാലയത്തിന്റെ ഗിരിശൃംഗങ്ങളുടെ ഭംഗി കാണുവാൻ, ടിബറ്റിന്റെ താഴ്വരയുടെ ഭംഗി ആസ്വദിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദുർഘടമായ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത അനവധി നന്മകൾ കാണുവാൻ, അനവധി കാഴ്ചകൾ കാണുവാൻ, അനവധി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അനുഭവങ്ങൾ നേടുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും.
വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡ് ഒരു നല്ല ഡ്രൈവറിനെ സൃഷ്ടിക്കില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കടല് നല്ല കപ്പിത്താനെ സൃഷ്ടിക്കത്തില്ല. വളരെ തെളിഞ്ഞ ആകാശം നല്ലൊരു പൈലറ്റിനെ സൃഷ്ടിക്കത്തില്ല. പ്രയാസങ്ങൾ മാറിയിട്ടുള്ള ജീവിതം നമുക്ക് വലിയ പ്രയോജനമില്ല. എന്നാൽ പ്രയാസങ്ങളോടുകൂടിയ ജീവിതം നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുന്നു, നന്മയുള്ളവരാക്കി മാറ്റുന്നു, ദൈവ സ്നേഹവും കരുണയും ഉള്ളവരാക്കി മാറ്റുകയാണ്. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്തെന്നാൽ ക്രിസ്തുവിന് ചുംബിക്കുവാൻ കഴിയുന്ന അടുത്ത് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ക്രിസ്തുവിന് ചുംബിക്കുവാൻ കഴിയുന്ന അടുത്ത സമയത്ത്, അടുത്ത സ്ഥലത്ത്, അടുത്തായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുന്ന് ചുംബിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളേറെ മനോഹരമുള്ളതായി മാറും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്ര വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതെങ്കിലും നിന്റെ കരങ്ങളിൽ ആ വഴികളെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, നീ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. നിന്റെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവ വചനം ശ്രവിച്ച നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും അങ്ങയിൽ നിന്നല്ലോ വരുന്നത്. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ അങ്ങയാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം അങ്ങയുടെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ അങ്ങ് ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയുടെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും അങ്ങയുടെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും അങ്ങയുടെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ.
ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലയിള വണക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹമുള്ള ഒരു ദിവസം കൂടി കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങൾ അലട്ടുന്ന പ്രയാസങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ വേദനകളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ മുറിവുകളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ഇല്ലായ്മകളെ ഏൽപ്പിക്കുന്നു. സർവവും നാഥ നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് തൃക്കൺ പാർത്ത് ദേശത്ത് ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ, മുറിവുണക്കണമേ, ശാന്തത നൽകണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവെ തിരികെ തന്ന് ജീവൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കുള്ളവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശാന്തതയോടെ ജീവിക്കുവാൻ കർത്താവ് അവരെയും സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവക സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരും പലവിധമായ പ്രയാസങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ടല്ലോ. കർത്താവെ, അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ സന്ദർശിക്കണമേ. നീട്ടിയ ഭുജത്താലും ബലമുള്ള കരങ്ങളാലും ഇസ്രയേലിന് നടത്തിയ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ അവരെ അങ്ങ് യോഗ്യരാക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദക്ഷിണേന്ത്യ സഭയെ ഓർക്കുന്നു. ഞങ്ങളുടെ ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിലുള്ള എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല തീരുമാനങ്ങളോടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവെ ഈ മഹാമാരിയുടെ കാലത്തും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമൂഹങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, എല്ലാത്തിനും ശാന്തതയും വിടുതലും സൗഖ്യവും അവിടുന്ന് ഉയരങ്ങളിൽ നിന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോ കർത്താവെ അശക്തരാണ്. എന്നാൽ ശക്തനായ കർത്താവെ, നിന്റെ കരങ്ങളിലാണ് എല്ലാം സുരക്ഷിതമെന്ന് വിശ്വസിക്കുവാനും നിന്നിൽ പൂർണ്ണത കണ്ടെത്തുവാനും ആശ്രയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളെ നിയമിക്കുമ്പോൾ അവിടെയെല്ലാം ഉപ്പായും വെളിച്ചമായും ശോഭിക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേലും ലോക സമൂഹങ്ങളുടെ മേലും അവിടുന്ന് വ്യാപരിക്കണമേ. എല്ലാവരും ക്ഷേമത്തോടെ വസിക്കുവാൻ, സമാധാനത്തോടെ വസിക്കുവാൻ, ഐക്യത്തോടെ വസിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണം. ഈ ആരാധന വീക്ഷിക്കുന്ന കർത്താവെ ശ്രവിക്കുന്ന എല്ലാവരെയും സ്വർഗം മാനിക്കണമേ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടും വരെയും ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെല്ലാവരെയും മറച്ചുകൊള്ളണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ. ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച 8 മണിക്ക് പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച 8 മണിക്ക് വെബിനാർ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിലൊക്കെ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. നിങ്ങളുടെ വഴിപാടുകൾ, ദശാംശം, കുടിശ്ശിക, മാസവരികളുണ്ടെങ്കിൽ അത് ദേവാലയത്തിൻ്റെ അക്കൗണ്ടിൽ സമർപ്പിക്കാവുന്നതാണ്. അതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വിവാഹ പരസ്യം. ജാലഹള്ളി ഹോളി ക്രോസ് ദേവാലയത്തിൽ അംഗമായിരിക്കുന്ന മിസ്റ്റർ ഷിബു മാത്യു, അതായത് പുതുപ്പറമ്പിൽ മിസ്റ്റർ CJ മാത്യു, മിസ്സസ് ശോശാമ മാത്യു എന്നിവരുടെ മകനായ ഷിബു മാത്യുവും, അതുപോലെ ചെമ്മണ്ണ് CSI ഇടവകയിൽ അരുളപ്പൻ ആൻഡ് മിസ്സിസ് LC എന്നിവരുടെ മകളായിരിക്കുന്ന ചിഞ്ചുവും തമ്മിലുള്ള വിവാഹം ചെമ്മണ്ണ് വെച്ച്, അതായത് ഇടുക്കിയിലെ ചെമ്മണ്ണ് വെച്ച് സെപ്റ്റംബർ മാസം നടത്തപ്പെടുന്നു. അതുപോലെ രണ്ടാമത്തെ വിവാഹ പരസ്യം ഒറ്റപ്പാലം CSI ദേവാലയത്തിലെ അംഗമായിരിക്കുന്ന മിസ്റ്റർ ജോൺ മാനുവൽ ആൻഡ് മിസ്സിസ് മേരി ജോൺ എന്നിവരുടെ മകൻ മിസ്റ്റർ ജിജോ ജോർജും, അതുപോലെ മടിവാള താമസിക്കും
മിസ്റ്റർ ഗോപാലൻ ആൻഡ് മിസ്സിസ് പത്മിനി എന്നിവരുടെ മകൾ കാർത്തികയും തമ്മിലുള്ള വിവാഹം സെപ്റ്റംബർ മാസം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹ ശുശ്രൂഷയിലൂടെ ഒരുമിച്ച് ചേർന്നുകൂടാ എന്ന തക്കതായ കാരണം ആരെങ്കിലും അറിയുന്ന പക്ഷം ആയത് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് തിരുസഭയോട് ആവശ്യപ്പെടുന്നു. ഇത് 1ാമത്തെ പ്രാവശ്യം പരസ്യപ്പെടുത്തുന്നു. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തണമേ. പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് പകരണമേ. പ്രാർത്ഥനയുടെ ശക്തിയോടെ കർത്താവെ തകർന്നു പോകാതെ ധൈര്യത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവ് ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ദിനങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ കാത്തുരുവാലിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. വിവാഹ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കരുതലും കാവലും അവരെ കാത്തുകൊള്ളണമേ. നാഥായി ശുശ്രൂഷയിലായിരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ചവരെയും അവിടുന്ന് കാത്തുരുവായിരിക്കണം. നാഥ ഈ ഒരാഴ്ച മുഴുവനും ദൈവസ്നേഹത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. കുറവുകളുടെ കുറ്റങ്ങളെല്ലാം ദൈവം ഞങ്ങളോട് പൊറുക്കണം. ഈ ആരാധനയ്ക്ക് സഹായം ചെയ്ത പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാത്യു എന്ന സഹോദരന് വേണ്ടിയും കർത്താവെ ഷോണിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അവരോടുകൂടെ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. അങ്ങനെ വ്യത്യസ്തമായി കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ, അതുപോലെ അവർക്ക് ശക്തി പകരുന്ന കമ്മിറ്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുകൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ: എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മൾ പ്രാർത്ഥന യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ ഞായറാഴ്ച CSI സഭയുടെ 74ാമത് ആനിവേഴ്സറി ആണല്ലോ. അതുമായി ബന്ധപ്പെട്ട് രാത്രി 8 മണിക്ക് ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നു. അതിലും എല്ലാവരും സംബന്ധിക്കുമല്ലോ. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് ഞായറാഴ്ച രാവിലെ 10:30 മുതലാണ്. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മണിക്ക് സ്ത്രീജനസഖ്യത്തിൻ്റെ മീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രോഗ്രാമിലേക്കും എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ആണ് ആരാധന നടത്തുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ യൂട്യൂബ് വഴിയായിട്ട് ആരാധന ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നിഖിൽ സാം, ജോബിനച്ചൻ, മാത്യു ചിന്നപ്പനഹള്ളി ആൻഡ് മിസ്റ്റർ ഷോൺ ചിന്നപ്പനഹള്ളി എന്നിവരോടുള്ള ദൈവസ്നേഹത്തെ ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ പേരിലും അതുപോലെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ പേരിലും അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയിൽ ആരെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെയോ കമ്മിറ്റി അംഗങ്ങളെയോ അറിയിക്കേണ്ടതാണെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ നമുക്കൊരുക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മഹാമാരിയുടെ കാലത്ത് ഞെരുക്കത്തിൻ്റെയും കയ്പിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ ഞങ്ങളൊക്കെ സഞ്ചരിക്കുന്നു. ആ വഴിയിലെല്ലാം കർത്താവെ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി കരേറ്റുന്നു. ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത അവിടുത്തെ സ്നേഹത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഈ കാലങ്ങളിലെല്ലാം കർത്താവെ, ആരാധന കർത്താവെ തുടർന്നുകൊണ്ടു പോകുവാനും ആരാധനയുടെ അനുഗ്രഹം അനുഭവിക്കുവാനും ഞങ്ങളെല്ലാം അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഈ ആരാധനയെ സംബന്ധിച്ച എല്ലാ മക്കളെയും കർത്താവെ, ഈ ആരാധന അനുഗ്രഹിച്ച വന്യ വൈദികരെയും മറ്റു ശുശ്രൂഷകരെയും കർത്താവെ സഹായിച്ചവരെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരെല്ലാം കുടുംബങ്ങളായി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
വരും കാലങ്ങളിലും ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കളെ ഓർക്കുന്നു. അവരെല്ലാം ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. സൺഡേ സ്കൂളിനായും യുവജന സഖ്യത്തിനായും സ്ത്രീജന സഖ്യത്തിനായും മെൻസ് ഫെലോഷിപ്പിനായും കമ്മിറ്റിക്കായും പ്രാർത്ഥിക്കുന്നു. വയറിനായി പ്രാർത്ഥിക്കുന്നു. മറ്റു വിധങ്ങളായ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലൂടെയും ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിയോഗ്യ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവ് ഇതര സഭകളെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായും ബലഹീനതയിലൊക്കെ കഴിഞ്ഞവരുണ്ട്. അവരെല്ലാം സൗഖ്യമാക്കി വീണ്ടും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുന്ന ദൈവസ്നേഹത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഈ മഹാമാരിയുടെ പ്രയാസങ്ങൾ നേരിടുന്ന ജനസമൂഹങ്ങളെ, ലോകരാഷ്ട്രങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭാരത രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നഷ്ടങ്ങളെയും നികത്തുവാൻ കഴിവുള്ള ദൈവമേ, നിന്റെ ബലമുള്ള കരങ്ങളിൽ എല്ലാവരും അനുഗ്രഹത്തോടെ വസിക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിലൊക്കെ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ വിശ്വസ്തതയുള്ള കരങ്ങളിൽ ദൈവമേ ഞങ്ങളെ നീ താങ്ങണമേ. ഞങ്ങളുടെ വേദനകള്, സഹനങ്ങള്, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ചുംബനത്തോട് ഞങ്ങളെല്ലാവരും അടുത്തെത്തിയിരിക്കുന്നെന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെല്ലാം ദൈവം ഞങ്ങളോട് പൊറുക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം നീ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിപ്പിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴെപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.